ആ സത്രം നടത്തുന്നതിന്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഒഴിവു സമയങ്ങളിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പൂർവികരുടെ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതിന്റെ ഇടയില് തന്റെ പൂർവികനായിരിക്കുന്ന യയാതിയെ കുറിച്ചിട്ടുള്ള കഥ കൂടി കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് ജനമേജയൻ പറഞ്ഞതിനനുസരിച്ച് വൈശമ്പായനൻ ആ യയാതിയുടെ കഥ വളരെ പ്രശസ്തമായിരിക്കുന്ന കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യയാതിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ജനമേജയന്. അപ്പോ യയാതി എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. പ്രാചീന ബർഹസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യമുള്ളതായിരിക്കുന്ന, അതായത് പ്രജാപതിയുടെയും ഏറ്റവും ആദ്യത്തെ പ്രജാപതിയുടെയും ഏറ്റവും ആദ്യത്തെ വ്യക്തി എന്നുള്ള അർത്ഥം. ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ എന്നുള്ള സങ്കല്പം അല്ല നമുക്കുള്ളത്. അപ്പൊ പ്രാചീന ബർഹസ് അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായിരുന്നു. പ്രാചേതസ്സുകൾ എന്നാണ് ആ വിഭാഗക്കാരെ പറയുന്നത്, 10 മക്കളെ പറയുന്നത്. പ്രാചീന ബർഹസ് എന്ന് പറയുന്ന ആളാണ് ഏറ്റവും ആദ്യത്തെ മനുഷ്യനായിട്ട് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായിരുന്നു. ആ 10 പുത്രന്മാരിലെ അതിൽ നിന്ന് ഒരു പുത്രൻ ഉണ്ടായിട്ടുള്ളതാണ് ദക്ഷ പ്രജാപതി എന്ന് പറയുന്നത്. ഈ ദക്ഷ പ്രജാപതിക്ക് വാരിണി എന്ന് പേരായിരിക്കുന്ന പത്നിയിൽ 1000 പുത്രന്മാർ ജനിച്ചു. അങ്ങനെയാണ് സൃഷ്ടി തുടങ്ങുന്നത് എന്നാണ് നമ്മുടെ പ്രാചീനമായിട്ടുള്ള ഇതിൽ പറയുന്നത്, ഇതിഹാസത്തിൽ പറയുന്നത്. അപ്പൊ ദക്ഷ പ്രജാപതിയുടെ വാരിണി എന്നുള്ള ഭാര്യയില് 1000 മക്കൾ ജനിച്ചെങ്കിലും നാരദ മഹർഷി അവരെ മുഴുവൻ സന്യാസത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭക്തിമാർഗത്തിലേക്ക്, സന്യാസത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ അവരാരും പിന്നീട് മക്കള് സന്തതി ഉത്പാദനം ഉണ്ടാവുകയൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്ക് മക്കൾ ഉണ്ടായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദക്ഷ പ്രജാപതി വീണ്ടും 50 പുത്രിമാരെ സൃഷ്ടിച്ചു. കാരണം മനുഷ്യ വംശം ഉണ്ടാവണം, വംശങ്ങൾ ഉണ്ടാവണമല്ലോ. അതിനു വേണ്ടിയിട്ട്, മനുഷ്യന്റെ മാത്രമല്ല ജീവജാലങ്ങളുടെ വംശം ഉണ്ടാകുന്നതിന് വേണ്ടി ദക്ഷ പ്രജാപതി 50 പുത്രിമാരെ ജനിപ്പിക്കുകയും അതിൽ 10 പുത്രിമാരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. 13 പേരെ, അതായത് വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ കദ്രു, വിനത, ദിതി, അതിഥി തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന ഓരോന്നും ഓരോ വിഭാഗമാണ്. ഇപ്പൊ വിനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ഷി കന്യകയാണ്. അതേമാതിരി കദ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഗകന്യകയാണ്. അതേപോലെ ദിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസുര കന്യകയാണ്. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവകന്യകയാണ്. അങ്ങനെ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളതായിരിക്കുന്ന യുവതികളാണ് ഇദ്ദേഹത്തിന്റെ മക്കളായിട്ട് ഉണ്ടായിട്ടുള്ളത്. ആ മക്കളായിട്ടുള്ള അവരെ 13 പേരെ കശ്യപ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 27 പേരെ ചന്ദ്രനും വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പൊ നമുക്കറിയാം ഈ കഥയുടെ സങ്കല്പം എന്താണ് എന്നുള്ളത്. കാരണം 27 നാളുകളാണ് ചന്ദ്രന്റെ പത്നിമാരായിട്ടുള്ള നക്ഷത്രങ്ങൾ എന്നുള്ള സങ്കല്പത്തിലാണ് അങ്ങനെ 27 പേരെ ചന്ദ്രനും വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതില് കശ്യപ പത്നിയായിരിക്കുന്ന ദിതി എന്ന് പറഞ്ഞ യുവതിയില് ഉണ്ടായിട്ടുള്ളവരാണ് ദൈത്യന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുരന്മാരായിട്ടുള്ളവര് എന്നർത്ഥം. അതേമാതിരി അതിഥി എന്ന് പേരായിരിക്കുന്ന കന്യകയിൽ ഉണ്ടായിട്ടുള്ളവരാണ് ആതിഥേയന്മാര് അല്ലെങ്കിൽ ദേവന്മാര് എന്ന് പറയുന്നത്. അപ്പോ ദേവന്മാരും അസുരന്മാരും ഒരേ അച്ഛന്റെ മക്കളാണ് എന്ന പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ദേവന്മാരും അസുരന്മാരും ഒരേ കശ്യപ മഹർഷിയുടെ അല്ലെങ്കിൽ കശ്യപന്റെ മക്കളായിട്ട് ഉണ്ടായിട്ടുള്ളവരാണ്, ഒരു സഹോദരന്മാരാണ് എന്നർത്ഥം. അതേമാതിരി കദ്രുവിലാണ്, അതൊരു നാഗകന്യകയാണ്, ഉണ്ടായിട്ടുള്ളവരാണ് ജീവജാലങ്ങളെല്ലാതും എന്നർത്ഥം. അത് പാമ്പുകളെ മാത്രമാണ് സങ്കല്പത്തിൽ പറയുന്നത് എങ്കിലും ജീവജാലങ്ങളെ മുഴുവൻ അത് സങ്കല്പിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. അത് കഴിഞ്ഞ് വിനതയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഖഗങ്ങള്, അത് ഗരുഡനും തുടങ്ങിയിട്ടുള്ള ആളുകളും എന്നർത്ഥം. ഇതിനെ തുടർന്ന് അതേമാതിരി തന്നെ കശ്യപ മഹർഷിയുടെ വ്യത്യസ്തമായിരിക്കുന്ന മറ്റു ഭാര്യമാരിലാണ് രാക്ഷസന്മാരും മനുഷ്യന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും അങ്ങനെ ലോകത്തിലുള്ളതായിരിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളും ഉണ്ടായത് ഈ ദക്ഷ പ്രജാപതിയുടെ മകനായിരിക്കുന്ന കശ്യപൻ വിവാഹം ദക്ഷ പ്രജാപതിയുടെ പെൺമക്കളില് കശ്യപനുണ്ടായിരിക്കുന്ന സന്തതി പരമ്പരകളാണ് ഭൂമിയിലെ ജീവജാലങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ അന്ന് ദേവാസുരന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സഹോദരന്മാരാണ്, അതിഥിയുടെയും പുത്രന്മാരാണ്. അവര് നിരന്തരം തമ്മില് അധികാരത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ
അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിരന്തരം പോരടിക്കുന്നവരായിരുന്നു. തങ്ങൾക്കാണ് അധികാരം, ഈ ത്രൈലോക്യത്തിന്റെ അധികാരം തങ്ങൾക്കാണ്, ഞങ്ങളാണ് ഇത് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞ് മക്കള് തമ്മില് നല്ല വഴക്കായിരുന്നു. അങ്ങനെ വഴക്കുള്ളതിന് അതുകൊണ്ട് തന്നെയാണ് അത് ദേവാസുര യുദ്ധമായിട്ട് പറഞ്ഞിരുന്നത്. ദേവാസുര യുദ്ധം ഗംഭീരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നടക്കും. അതിൽ വിജയിച്ചിട്ടുള്ളതായിരിക്കുന്ന ആളുകള് സ്വാഭാവികമായിട്ട് കുറെ കാലം അവർ ഭരണാധികാരം കൊണ്ടു നടക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറ്റുള്ളവർ തയ്യാറായി അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അധികാരമാവും. അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ദേവാസുര യുദ്ധങ്ങള് യുഗങ്ങളായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജയം മാറി മാറി വന്നു. ദേവന്മാരും അസുരന്മാരും മാറി മാറി ഈ ത്രൈലോക്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അതില് ദേവന്മാരപ്പോൾ ഇടയിൽ എന്ത് ചെയ്തു? തങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് അങ്കിരസിന്റെ പുത്രനായിരിക്കുന്ന ബൃഹസ്പതി എന്ന് പറയുന്ന ഒരു മഹർഷിയെ തങ്ങളുടെ ഗുരുവായിട്ട് അംഗീകരിച്ചു. ഇനി അദ്ദേഹം പറയുന്നത് കാരണം നമുക്കൊരു നേതൃത്വമായി, രാജാവ് ഇന്ദ്രനാണെങ്കിലും അതില് നേതൃത്വപരമായിട്ട് ഗുരുപരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുവായിട്ട് ഉപദേശിക്കാനുള്ള ഒരു ഗുരു നമുക്ക് വേണം എന്നുള്ളത് കൊണ്ട് അങ്കിരസിന്റെ പുത്രനായിരിക്കുന്ന ബൃഹസ്പതിയെ ദേവന്മാര് ഗുരുവായിട്ട് സ്വീകരിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാരായിരിക്കുന്ന അസുരന്മാരും എന്ത് ചെയ്തു? തങ്ങൾക്ക് ഭൃഗുവിന്റെ മകനായിരിക്കുന്ന ശുക്രനെ ഒരു ഗുരുവായിട്ട് അവർ സ്വീകരിച്ചു. രണ്ടുപേരും അതിശക്തരായിട്ടുള്ള താപസികളാണ്. തപസ് ചെയ്ത് ഒരുപാട് ശക്തിയുള്ളവരാണ്. കൃത്യമായ ധർമ്മബോധമുള്ളവരാണ് രണ്ടുപേരും. ശുക്രനും അതെ, അതേപോലെ തന്നെ ബൃഹസ്പതി അതെ. പിന്നെ തപസ്സിന്റെ കാര്യത്തിൽ ശുക്രൻ ഒരു പടി കൂടി മുമ്പിലായിരുന്നു. അദ്ദേഹം കൂടുതൽ തപസ് ചെയ്തിട്ട് മൃതസഞ്ജീവനി എന്നുള്ളതായിരിക്കുന്ന ഒരു മന്ത്രം കൂടി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളതായിരിക്കുന്ന ശക്തി കൂടി, അതായത് മരിച്ചവരെ പോലും പുനർജീവിപ്പിക്കാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു ശക്തി അദ്ദേഹം നേടിയെടുത്തു. അതുകൊണ്ട് എത്ര ആപത്തുകൾ ഉണ്ടായാലും, എന്ത് തന്നെ ആപത്തുകളും മരണവും അസുരപക്ഷത്തു നിന്ന് ഉണ്ടായാലും അവരൊക്കെ രക്ഷപ്പെടും. യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ വീണ്ടും ജീവിപ്പിക്കുന്നതിന് ശുക്രാചാര്യർക്ക് സാധിക്കും. എന്നാൽ ബൃഹസ്പതിക്ക് അത് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ദേവന്മാരുടെ എണ്ണം ക്രമത്തിൽ കുറഞ്ഞു വന്നു എന്നർത്ഥം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ദേവസങ്കല്പം അല്ല എന്നുള്ള അർത്ഥം. ദേവന്മാരും അസുരന്മാരും സഹോദരന്മാരായിട്ടുള്ള ആളുകളാണ്. ആ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ അവർ പരസ്പരമുള്ളതായിരിക്കുന്ന കലഹം ഉണ്ടായിട്ടുള്ള സമയത്ത് ഇതില് മൃതസഞ്ജീവനി മന്ത്രം ഇല്ലാത്തത് കൊണ്ട്, ആ ഒരു ഉപാധി ഇല്ലാത്തത് കൊണ്ട് ദേവന്മാരുടെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് ആലോചനയായി, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം എങ്ങനെയെങ്കിലും ആ മന്ത്രം ഒന്നും എടുത്തില്ലെങ്കിൽ ഈ അസുരന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതിന് എന്താ ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാവരും കൂടിയിട്ട് അതിനൊരു ഉപായം കണ്ടെത്തി. അവരെന്ത് ചെയ്തു? തങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന ബൃഹസ്പതിയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മകനാണ് കജൻ എന്ന് പറയുന്ന വ്യക്തി. ആ കജൻ എന്ന് പറയുന്ന യുവാവ് വളരെ സുമുഖനായിരിക്കുന്ന, വളരെ എന്താ പറയേണ്ടത്, യോഗിയായിരിക്കുന്ന യുവാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ചെന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങ് ഞങ്ങൾക്ക് ഈ ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞു. അത് എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത്? അങ്ങ് ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഈ മൃതസഞ്ജീവനി മന്ത്രം ഈ ശുക്രാചാര്യരിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതിനുള്ള ഉപാധികളും അവർ പറഞ്ഞു കൊടുത്തു. കാരണം പല ദേവന്മാരും ഇതിലുണ്ട്. കാമദേവനുണ്ട്, അതേമാതിരി തന്നെ അഗ്നിയുണ്ട്, വായുണ്ട്, വരുണനുണ്ട്, അങ്ങനെ ഒരുപാട് ദേവന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ കൂടിയിട്ട് പറഞ്ഞു കൊടുത്തു. ഇതില് ഈ ശുക്രാചാര്യർക്ക് ഒരു മകളുണ്ട്. ആ ദേവയാനി എന്നാണ് അവളുടെ പേര്. ശുക്രാചാര്യർ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ശുക്രാചാര്യരുടെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ദേവയാനിയാണ്. അത്ര അധികം ഇഷ്ടമാണ് അദ്ദേഹത്തിന് മകളോട്. ആ ഒരു മകളെ അദ്ദേഹം വളരെ എന്താ പറയേണ്ടത്, ശരിക്കും പൊന്നുപോലെ നോക്കിക്കൊണ്ടുവരും. അവളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മകളാണ്. അപ്പോ അവളാണ് അദ്ദേഹത്തിന്റെ ദൗർബല്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളുമായിട്ടുള്ള ഇഷ്ടം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഒരു ബാലികയാണ്, അവളുമായിട്ടുള്ള ഇഷ്ടം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയും ദേവന്മാര് കജനോട് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ചിട്ട് കജൻ ശരി, കാരണം ഇതൊരു ദേവന്മാരുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിനല്ലേ, എന്നാൽ ശരി ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കജൻ അവിടെ നിന്ന് ദേവന്മാർക്ക് വാക്ക് കൊടുത്തിട്ട് നേരെ ശുക്രാചാര്യരെ അടുത്തെത്തി. ആ ശുക്രാചാര്യരെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അങ്കിരസിന്റെ പുത്രൻ ബൃഹസ്പതിയുടെ മകനായിട്ടുള്ള കജനാണ്, എനിക്ക് അങ്ങയുടെ ശിഷ്യനായിട്ട് കുറെ വിദ്യകൾ അഭ്യസിച്ചു കൊള്ളണം എന്നുള്ള താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ദേവാസുരന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് ശുക്രാചാര്യർക്ക് കജനോടോ അല്ലെങ്കിൽ
ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയോടും പ്രത്യേക വൈരാഗ്യങ്ങളൊന്നുമില്ല. അദ്ദേഹം തന്റെ ശിഷ്യനായിട്ടോ ആയിക്കോട്ടെ, ശരി, എന്നിൽ നിന്നും നിനക്ക് എന്താണ് പഠിക്കാനുള്ളത്, അത് പഠിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, ശരി, നിന്നെ ഞാൻ ശിഷ്യനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ താമസം തുടങ്ങി. അങ്ങനെ താമസം തുടങ്ങിയതിനോടൊപ്പം ഈ പിന്നെ കജൻ എന്ത് ചെയ്തു, കജന് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട്, കാരണം ശുക്രാചാര്യനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ മന്ത്രവിദ്യ എടുക്കണം എന്നുള്ള താല്പര്യം, ഗ്രഹിച്ചെടുക്കണം എന്നുള്ള താല്പര്യം ഉള്ളത് കൊണ്ട് അദ്ദേഹം ദേവന്മാർ പറഞ്ഞതുപോലെ ദേവയാനിയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ തുടങ്ങി. അവള് 15 വയസ്സ്, 14, 16 വയസ്സ്, 17 വയസ്സ്, അങ്ങനെ പ്രായമായും അങ്ങനെ ഉള്ള പ്രായത്തിലുള്ള കുട്ടിയാണ്. അപ്പൊ അവളുമായിട്ട് കൂടുതൽ കൂടുതൽ അടുപ്പം ഇത് ചെയ്യുകയും സംസാരം കൊണ്ടും ഇദ്ദേഹത്തിന്റെ അറിവ് കൊണ്ടും കജൻ അവളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും ഉള്ളതായിരിക്കുന്ന വളരെ എന്താ പറയേണ്ടത്, പിന്നെ ശുദ്ധമായിരിക്കുന്ന സ്വഭാവത്തെ കൊണ്ടും തൻ്റെ കഴിവുകളെ കൊണ്ടും ഈ ദേവയാനിയിൽ വലിയ മതിപ്പുണ്ടാക്കി. അതേമാതിരി അവൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന അവളുടെ താല്പര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നതിനും അത് നിറവേറ്റി കൊടുക്കുന്നതിനൊക്കെ പ്രത്യേകമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറിയ ആര്, കജൻ, ദേവയാനിയുടെ. അങ്ങനെ അദ്ദേഹം അവിടെ പിന്നെ വിധികൾ ഓരോന്നുമായിട്ട് അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വിഷയം അസുരന്മാരുടെ ഇടയിൽ വ്യാപകമായിട്ട് ഒരു ചർച്ചാ വിഷയമായി. കാരണം എന്താണ്, ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി കജനെ, സ്വന്തം മകനെ തങ്ങളുടെ ശത്രുക്കളായിരിക്കുന്നത് അസുരന്മാരുടെ ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളത് അവർക്ക് സാധാരണ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാവുന്നതല്ലേ. അസുരന്മാരും അതീവ ബുദ്ധിമാന്മാരാണ്. അപ്പൊ അവരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ ഖജനെ ഇല്ലാതെയാക്കിയില്ലെങ്കിൽ നമ്മുടെ ഗുരുവിൽ നിന്ന് ഈ മന്ത്രവിദ്യ എങ്ങനെയായാലും അദ്ദേഹം മോഷ്ടിച്ചെടുക്കാതിരിക്കില്ല എന്ന് പിന്നെ അവർക്ക് തിരിച്ചറിയുകയുണ്ടായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ഇത് അദ്ദേഹത്തിന് പിന്നെ പിന്നെ ഖജനെ ഒരു അവസരം കിട്ടിയപ്പോൾ, ഒറ്റപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരവസരം കിട്ടിയിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിനെ വെട്ടി നുറുക്കി, ഈ വെട്ടി നുറുക്കിയിട്ട് പല ചെന്നായ്ക്കൾക്ക് പലവർക്കായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ മൃതദേഹം കഷ്ണം കഷ്ണമാക്കിയിട്ട് പലർക്കായിട്ട് ഇട്ട് കൊടുത്താൽ തെളിവുകൾ വളരെ കുറവായിരിക്കും എന്നുള്ളത് ഉള്ളൊരു കാരണം കൊണ്ടായിരിക്കും അന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പല ചെന്നായ്ക്കളുടെ വർഗത്തിനായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരമായി. പശുവിനെ നോക്കാൻ പോയിട്ടുള്ളതാണ് കജൻ, ആശ്രമത്തിലെ പശുക്കളെ നോക്കാൻ പോയിട്ടുള്ളതാണ്. പക്ഷെ പശുക്കളൊക്കെ തിരിച്ചു വന്നെങ്കിലും കജനെ കാണാനില്ല. ആകെ കൂടി വിഷമായി. സന്ധ്യ കഴിഞ്ഞു, ആകെ വിഷമായി. ദേവയാനി വിഷമിച്ചു. അവള് അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, കജൻ ഇതേവരെ മടങ്ങി വന്നില്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വരും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. 6 മണിയായി, 7 മണിയായി, 8 മണിയായിട്ടും തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ ശുക്രാചാര്യരോട് ദേവയാനി പറഞ്ഞു, അച്ഛാ, കജനില്ലാതെ പറ്റില്ല, അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചിട്ട് അദ്ദേഹം എവിടെയാണ് എന്നുള്ളതൊന്ന് അറിയണം, അതുകൊണ്ട് അച്ഛൻ അതിനുള്ള ഏർപ്പാട് എന്താ ചെയ്യൂ. അങ്ങനെ ശുക്രാചാര്യരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മകളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, കാരണം തന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഉടനെ അദ്ദേഹം മനസ്സുകൊണ്ട് പിന്നെ പിന്നെ കജനെ സ്മരിച്ചുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ പല ഭാഗത്തു നിന്നായിട്ട് ഈ ഈ ചെന്നായ്ക്കളുടെ പിന്നെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കുന്ന മാംസ കഷ്ണങ്ങളായിട്ടുള്ള രീതിയിൽ കജൻ മറുപടി പറഞ്ഞു, ഞാനിങ്ങനെ പല ചെന്നായ്ക്കളുടെ ഇതിന്റെ ഉള്ളിലായിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദേവയാനിയോട് പിന്നെ ശുക്രാചാര്യർ പറഞ്ഞു, ഈ അസുരന്മാര് അവനെ കൊന്നിരിക്കുന്നു, അതുകൊണ്ട് അവനെ കഷ്ണം കഷ്ണമായിട്ട് പലർക്കായി പിന്നെ ചെന്നായ്ക്കൾക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു, എന്താ ഇനി ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ദേവയാനി പറഞ്ഞു, എനിക്ക് കജനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അപ്പൊ അത് കജനെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, അതുകൊണ്ട് അച്ഛന് അറിവുള്ളതാണല്ലോ, അപ്പൊ അച്ഛൻ തീർച്ചയായിട്ടും എനിക്ക് അവനെ തിരിച്ചു തരണം, കജനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകളുടെ നിർബന്ധത്തിന്റെ മുന്നിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ പിന്നെ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചുകൊണ്ട് കജനെ സ്മരിക്കുകയും കജനെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ഭക്ഷണമായിട്ട് കഴിച്ചിരുന്ന ചെന്നായ്ക്കളെല്ലാം അവയുടെ വയറ് പിളർന്നുകൊണ്ട് അതിൽ നിന്ന് കജന്റെ മാംസങ്ങളെല്ലാം ഒരുമിച്ച് കൂടി കജൻ പുനർജനിക്കുകയും ഇവിടേക്ക് തിരിച്ചു വരികയും ചെയ്തു. ആ ചെന്നായ്ക്കളെല്ലാം ചത്തുപോവുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അസുരന്മാരെ ഗുരുനാഥനോട് എതിർത്ത് പറയാനൊന്നും വയ്യ, തങ്ങളുടെ പദ്ധതി പാളിപ്പോയി, ഈ ഗുരുനാഥൻ കജനെ പിന്നെ വീണ്ടും തിരിച്ച് ജീവിപ്പിച്ചു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പൊ ശരി, അവരൊന്നും മിണ്ടിയതൊന്നുമില്ല, പ്രത്യേകിച്ച് ഗുരുനാഥനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങളോളം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ഇല്ലാതെയാക്കണമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഒരു അവസരം കിട്ടിയിട്ടുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കജനെ അരച്ച് കലക്കിയിട്ട് പിന്നെ സമുദ്രത്തിൽ അങ്ങോട്ട് ഒഴുക്കി. ഇവനെ കംപ്ലീറ്റ് അരച്ച് പിന്നെ മാവ് പോലെ ആക്കി അതിനെ മുഴുവൻ വെള്ളത്തിൽ കലക്കിയിട്ട്
സമുദ്രത്തിലേക്ക് ഒഴുക്കി വിട്ടു. അങ്ങനെ ഒഴുക്കി വിട്ട് കാരണം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതേപോലെ തന്നെ സംഭവിച്ചു. മകള് പിന്നെ കജനെ കാണാതെയായി. മകൾ ആവശ്യപ്പെട്ടു, വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എന്ത് ചെയ്തു, പിന്നെ ഇദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു. ആ കടലിൽ നിന്ന് അദ്ദേഹം വീണ്ടും പുനർജീവിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തി. പിന്നെയും ദിവസങ്ങളോളം അങ്ങനെ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ അസുരന്മാര് വീണ്ടും ഈ കജനെ വധിച്ചു. അപ്രാവശ്യം എന്ത് ചെയ്തു, ഇത് തിരിച്ചു വരാതിരിക്കത്തക്ക വിധത്തിൽ വേണം എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, അവനെ കൊന്ന് അവനെ വറുത്ത് പൊടിച്ച് പൊടിയാക്കി അത് ശുക്രാചാര്യർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന മദ്യത്തിലെ കലയ്ക്കും കൊണ്ട് ശുക്രാചാര്യർക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ ശുക്രാചാര്യർ അത് കുടിച്ചു. പിന്നെ ഈ പറഞ്ഞ ഇത് അദ്ദേഹത്തിനെ കാണാതെയായി കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ ദേവയാനി വളരെ ദുഃഖിതയായി. തനിക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ തിരിച്ചു കിട്ടണം, കജനെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവള് ശാഠ്യം പിടിച്ചു. ആ ശാഠ്യം പിടിച്ചു കഴിഞ്ഞിട്ടുള്ള സമയത്ത് പിന്നെ ശുക്രാചാര്യർ ആലോചിച്ചു കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ പിന്നെ കജനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കജൻ ശുക്രാചാര്യരുടെ വയറിന്റെ ഉള്ളിൽ നിന്നാണ് വിളി കേൾക്കുന്നത്. ഞാനിതാ ഇവിടെ എങ്ങനെയാണ് മദ്യത്തിന്റെ ഉള്ളിലായിട്ട് ഉൾപ്പെട്ടുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ വയറ്റിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല. അപ്പൊ മകളോട് പറഞ്ഞു, ദേവയാനി ഇത് എന്താ ചെയ്യേണ്ടത്, കാരണം എന്റെ വയറിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിനക്ക് കജനെ വേണമെങ്കിൽ അച്ഛനെ ഉപേക്ഷിക്കേണ്ടി വരും, അച്ഛനെ വേണമെങ്കിൽ കജനെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ നീ ഇനി മനസ്സിലാക്ക്, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ്, നീ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവള് ഒരു പൊടിക്ക് അത് സമ്മതിച്ചില്ല. എനിക്ക് അച്ഛനും വേണം കജനും വേണം, അത് കാരണം കൊണ്ട് എനിക്ക് രണ്ടുപേരെയും തിരിച്ച് കിട്ടാതെ പറ്റില്ല എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ മകളെ പിരിയാനുള്ളതായിരിക്കുന്ന വിഷമം കാരണം കൊണ്ട് പിന്നെ ഒരു ഉപാധിയേ ഉള്ളൂ, താൻ പിന്നെ പഠിച്ചു വെച്ചിട്ടുള്ളതായിരിക്കുന്ന ഈ വിദ്യ കജന് ഉപദേശിച്ചു കൊടുക്കുക, വയറിലുള്ളതായിരിക്കുന്ന കജന് ഉപദേശിച്ചു കൊടുക്കുകയും ആ ഉപദേശത്തിൽ നിന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ പുനർജീവിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ട്, ബ്രാഹ്മണകുമാരനാണ് ഇദ്ദേഹം എന്നുള്ളത് കൊണ്ട് ഈ മന്ത്രം കജന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കജന് ഉപദേശിച്ചു കൊടുത്ത് പിന്നെ ഇദ്ദേഹം കജനെ വിളിക്കുന്നു. ഈ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചുകൊണ്ട് വിളിക്കുന്ന സമയത്ത് ഈ ശുക്രാചാര്യരെ വയറ് പിളർന്നും കൊണ്ട് കജൻ പുറത്തേക്ക് വരികയും ശുക്രാചാര്യർ മരിച്ചു വീഴുകയും ചെയ്തു. വളരെ ദുഃഖിതയായിരിക്കുന്ന ദേവയാനി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ഗുരു ദക്ഷിണ എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ ഗുരുവിനോടുള്ള നന്ദി എന്നുള്ള രീതിയിൽ ആ മന്ത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ശുക്രാചാര്യരെ വീണ്ടും പുനർജീവിപ്പിക്കുകയും ചെയ്തു ഈ കജൻ. അങ്ങനെ രണ്ടു കൂട്ടരും ഇത്തരം കാര്യങ്ങൾ അവിടെ ഭംഗിയായിട്ട് പരിസമാപ്തിയായെങ്കിലും ഈ മന്ത്രം ഈ കജന് കൂടി അറിയപ്പെടുന്നതാണ് എന്നുള്ള വിവരം വല്ലാത്ത ഖേദം അസുരന്മാരിൽ ഉണ്ടാക്കി. അങ്ങനെ വർഷങ്ങളോളം അങ്ങനെ ഇത് കഴിഞ്ഞു. വിധിയെല്ലാം പൂർത്തിയാക്കിയിട്ട് കജൻ തിരിച്ചു പോകാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് പിന്നെ ദേവയാനി പറഞ്ഞു, എനിക്ക് അങ്ങയെ വളരെ ഇഷ്ടമാണ്, അങ്ങയെ എനിക്ക് പിന്നെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കജൻ പറഞ്ഞു, അല്ല, ഞാൻ ശുക്രാചാര്യരുടെ മകനാണ്, അദ്ദേഹത്തിന്റെ വയറിൽ നിന്ന് ജനിച്ചതാണ് ഞാൻ. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് നിന്റെ സഹോദര സ്ഥാനത്താണ് ഞാൻ വരിക, അതുകൊണ്ട് തന്നെ അതിലൊന്നും യുക്തിയില്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് കർക്കശമായിട്ട് പറഞ്ഞ സമയത്ത് ദേവയാനിക്ക് വലിയ വിഷമായി. ദേവയാനി പിന്നെ കജനെ ശപിച്ചു, ഞാൻ എത്രയോ 2 or 3 പ്രാവശ്യം നിന്റെ ജീവനെ രക്ഷിച്ചു, നിനക്ക് ഈ പിന്നെ ദിവ്യമായിട്ടുള്ള മന്ത്രം കിട്ടുന്നതിനുള്ള കാരണക്കാരിയായിട്ട് വർദ്ധിച്ചു, പക്ഷെ എൻ്റെ ഒരു അപേക്ഷ നീ ഇങ്ങനെ നിഷ്കരണം തള്ളുകയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യട്ടെ, നീ ഈ പറയുന്ന വിദ്യ നിനക്ക് ഫലിക്കാതെ പോകട്ടെ, പഠിച്ചിട്ടുള്ളതായിരിക്കുന്ന വിദ്യ എന്ന് ഈ ദേവയാനി ശപിച്ചു. അപ്പൊ ശപിച്ചു കഴിഞ്ഞപ്പോൾ കജൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അനീതി പ്രവർത്തിച്ചതല്ല, അധർമ്മം പ്രവർത്തിച്ചതല്ല, എൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല എൻ്റെ ഗുരുനാഥൻ, എന്നാ നീ വിവാഹം കഴിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല, അതാണ്. അല്ലാതെ ഞാൻ ഇതിൽ അനീതിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് അനീതി പ്രവർത്തിക്കാത്തതായിരിക്കുന്ന ഒരാളെ നീ ഇങ്ങനെ ശപിച്ചു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് നീ എന്ത് ചെയ്യട്ടെ, നീയും നിനക്ക് പിന്നെ ബ്രാഹ്മണകുമാരന്മാരിൽ നിന്ന് നിനക്ക് വരനെ കിട്ടാതിരിക്കട്ടെ, നിന്റെ വിവാഹം തന്നെ ബ്രാഹ്മണരാരും വന്ന് വിവാഹം കഴിക്കാതിരിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. എന്തായാലും ആ ശാപത്തിൽ നിന്നും അതിൽ പരസ്പരം എന്നിട്ട് കജൻ തിരിച്ച് തന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. ഇതിനിടയിൽ മദ്യം കഴിക്കുന്നതിന്റെ ഇടയിൽ രസകരമായിരിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായത്, ശുക്രാചാര്യ മദ്യം കഴിച്ച് മദ്യത്തിന്റെ സേവ കാരണം കൊണ്ടാണ് തനിക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന അക്കിടിയൊക്കെ പറ്റിയത് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ
മദ്യപാനത്തെ അദ്ദേഹം ശപിച്ചു എന്ന് പറയുന്നുണ്ട് ഇതിൽ. അതായത് ബ്രാഹ്മണനായിരിക്കുന്ന ഒരാള്, അറിവുള്ള ഒരാൾ എന്നുള്ളത് എടുത്താൽ മതി, ആയിരിക്കുന്ന ഒരാൾ മദ്യം കഴിച്ചാൽ ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായിരിക്കും എന്നാണ്. ആ മദ്യപാനത്തെയാണ് ശപിച്ചത്, മദ്യം കഴിക്കുന്നവരെയല്ല ശപിച്ചത്, മദ്യപാനം എന്നുള്ളതിനെ ശപിക്കുകയാണ് ചെയ്തത്. മദ്യപാനം എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന മഹാപാപമായിട്ട് മാറട്ടെ, ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായിട്ടുള്ള, ഒരാളെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള പാപമായി മാറട്ടെ എന്ന് ഈ മദ്യപാനത്തെ ശുക്രാചാര്യര് ശപിച്ചതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ മദ്യപാനം എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് ജനസമൂഹത്തിൽ ഇന്നും ചിന്തകൾ ഉള്ളത് എന്നർത്ഥം. അപ്പൊ എന്തായാലും ഖജൻ അങ്ങനെ അവിടുന്ന് വിട്ടുപോയി. അവിടെ നിന്ന് പിന്നെ ദേവയാനി കുറച്ച് കാലങ്ങളോളം അവിടെ ആശ്രമത്തില് താമസിച്ചു. അതേമാതിരി തന്നെ അദ്ദേഹം പിന്നെ വൃഷപർവാവ് എന്നാണ് അന്നത്തെ അസുരന്മാരുടെ രാജാവിന്റെ പേര്. ആ വൃഷപർവാവിന്റെ കൊട്ടാരത്തിലെ പിന്നെ അസുരന്മാരുടെ ഗുരുവായിട്ടാണ് നമ്മുടെ ശുക്രാചാര്യർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ദേവയാനി താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ ഏകദേശം 10-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമായി. ഖജൻ വിട്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇവര് രണ്ടുപേരും, അതായത് ഈ വൃഷപർവാവിന് മറ്റൊരു സുന്ദരിയായിട്ടുള്ള മകളുണ്ടായിരുന്നു, ശർമ്മിഷ്ഠ എന്ന് പറഞ്ഞിട്ട്. ആ ശർമ്മിഷ്ഠയും ഈ ദേവയാനിയും പരസ്പരം കൂട്ടുകാരികളായിരുന്നുവെങ്കിലും ചെറിയ ഒരു അസൂയ അവരും ഇവരും തമ്മിലുണ്ടായിരുന്നു. കാരണം താൻ രാജാവിന്റെ മകളാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ഭാവം ശർമ്മിഷ്ഠയ്ക്ക് ഉണ്ടായിരുന്നു. ആ രാജാവിനെയും കൂടി നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഗുരുവിന്റെ മകളാണ് ഞാൻ എന്നുള്ള ഒരു അഹംഭാവം ഈ ദേവയാനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അലോരസങ്ങൾ ഉണ്ടാക്കും ചെറുതായിട്ട് രണ്ടു കൂട്ടരും. എന്നാലും രണ്ടു കൂട്ടരും ഒരുമിച്ച് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ അവരെല്ലാവരും കൂടിയിട്ട് കാട്ടിലേക്ക്, അതായത് ശർമ്മിഷ്ഠയും ദേവയാനിയും കുറെ തോഴിമാരും എല്ലാവരും കൂടി കാട്ടിലേക്ക് കാട് കാണുന്നതിനും അവിടുത്തെ ഉദ്യാന ഭംഗി ആസ്വദിക്കുന്നതിനും ഒക്കെ ആയിട്ട് പോയി. അങ്ങനെ പോയിട്ട് അവിടെ കണ്ട ഒരു പൊയ്കയില് അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് അവര് വസ്ത്രങ്ങളൊക്കെ പുറത്ത് വെച്ച് കരക്കി വെച്ചിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇന്ദ്രൻ ആ വഴിക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള സമയത്ത് അദ്ദേഹം ഈ കുളിസീൻ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതാ നോക്കി നിൽക്കുകയും അദ്ദേഹം ഒരു കാറ്റായി വന്നിട്ട്, അത് ആലങ്കാരികമായിട്ട് പറയുന്നതാണ്, എന്തായാലും ഒരു കാറ്റടിച്ചു, ഇന്ദ്രൻ ഒരു കാറ്റായിട്ട് വരികയും ഇവരുടെ വസ്ത്രങ്ങൾ മേല് വെച്ചിരുന്നതായിരിക്കുന്ന കരക്കി വെച്ചിട്ടുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ പാറി പറന്ന് ഇടകലർന്നും കൊണ്ടാവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ് ഇവര് തിരിച്ച് കയറി കഴിഞ്ഞ് വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശർമ്മിഷ്ഠ എടുത്ത് ധരിച്ചത് ദേവയാനിയുടെ വസ്ത്രവും ദേവയാനിക്ക് ശർമ്മിഷ്ഠയുടെ വസ്ത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഈ ശർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രം എടുത്ത് ധരിച്ചു കഴിഞ്ഞ് പുറപ്പെടുമ്പോഴാണ് ദേവയാനി തന്റെ വസ്ത്രം കാണാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഗംഭീരമായിട്ടുള്ള വഴക്കായി, രണ്ട് പെൺകുട്ടികളും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള വഴക്കായി. അങ്ങനെ വഴക്കായിട്ടുള്ള സമയത്ത് എന്റെ വസ്ത്രം എന്തിനാണ് നീ മോഷ്ടിക്കുന്നത് ദേവയാനി ചോദിച്ചു. ഞാൻ എന്റെ വസ്ത്രം മോഷ്ടിക്കാൻ, ഞാൻ അങ്ങനെ മോഷ്ടിക്കത്തക്ക വിധത്തിലുള്ള ഇതൊന്നുമല്ല, ഞാൻ രാജാവിന്റെ മകളാണ്, ഞാൻ രാജാവിന്റെ മകളെ, എനിക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീയാണ് യാചകന്റെ മകനാണ്, കാരണം എന്റെ അച്ഛൻ എന്തെങ്കിലും തരുന്നതിൽ നിന്നല്ലേ നീ ഇങ്ങനെ എന്റെ ഭക്ഷണം എന്റെ ഇതൊക്കെ അച്ഛന്റെ ദയ കൊണ്ടല്ലേ, എന്റെ അച്ഛന്റെ വൃഷപർവാവിന്റെ അസുരരാജാവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ദയ കൊണ്ടല്ലേ എന്റെ അച്ഛൻ ജീവിക്കുന്നത്, നീ ഒരു യാചകന്റെ മകളാണ് ശരിക്കും എന്നൊക്കെ പറഞ്ഞു പൊരിഞ്ഞ് വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളയായി. അതിന്റെ ഇടയിൽ കൂട്ടുകാരികളോട് ഇവര് പോയി. ആ കൂട്ടുകാരികളൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവര് തമ്മിൽ ലഹള കൂടിയിട്ട് ഇവളെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ശർമ്മിഷ്ഠ. അതിന് ആ പൊട്ടക്കിണറ്റില് വസ്ത്രമൊന്നും ഇല്ലാതെ അവള് തട്ടിയിട്ടിട്ട് അവിടെ കിടന്ന് ഇവര് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷം ഇവളെ കാണാനില്ലാതിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിലാണ് അവിടെ നായാട്ടിന് വേണ്ടിയിട്ട് അന്നത്തെ രാജാവായിരിക്കുന്ന യയാതി ആ വഴി കൂടെ വരണത്. അപ്പൊ യയാതി ആ വഴി കൂടെ വരുന്ന സമയത്ത് പൊട്ടക്കിണറ്റിൽ നിന്നൊരു നിലവിളി കേട്ടു. ആ നിലവിളി കേട്ട് എന്താണ് ഇപ്പൊ അവിടെ പറഞ്ഞ് അദ്ദേഹം എത്തി നോക്കുമ്പോൾ അതിൽ സുന്ദരിയായിട്ടുള്ള ഒരു കന്യക വസ്ത്രമൊന്നും ഇല്ലാതെ ആ കിണറ്റിൽ വീണ് കിടക്കുകയാണ്. ഉടനെ തന്നെ അത് അവളെ രക്ഷിച്ചു. താനൊരു ബ്രാഹ്മണ കന്യകയാണെന്നും ഈ ശുക്രാചാര്യരുടെ മകളാണെന്നും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ മഹാരാജാവാണ്, അടുത്തുള്ളതായിരിക്കുന്ന രാജ്യത്തിലെ മഹാരാജാവാണ്, ഞാൻ യയാതിയാണ്, ഇതാ വസ്ത്രം എന്ന് പറഞ്ഞ് അദ്ദേഹം വസ്ത്രം കൊടുക്കുകയും അവളെ വേണ്ട രീതിയിൽ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ മാസങ്ങളും ഇതും കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഇവരെല്ലാവരും ഇതേമാതിരി, അപ്പൊ ഇവര് തമ്മിലുള്ളതായിരിക്കുന്ന വഴക്കുകള്
കുറേശ്ശെ പരസ്പരമുള്ളതായിരിക്കുന്ന വൈരാഗ്യം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ശർമ്മിഷ്ഠയും ദേവയാനിയും കൂടിയിട്ട്. ആ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ അവര് ഇതേമാതിരി ഉദ്യാനത്തിലേക്ക് വന്നിട്ടുള്ള സമയത്ത് വീണ്ടും നായാട്ടിനായിട്ട് വന്നു ചേർന്നിട്ടുള്ളതായിരിക്കുന്ന യുവ കോമളനായിരിക്കുന്ന യയാതിയെ അവിടെ വെച്ച് കാണുകയാണ്. അപ്പൊ യയാതിയെ അവിടെ വന്ന് കാണുന്ന സമയത്ത്, അപ്പൊ ഇതിനു മുമ്പ് ഈ പൊട്ടക്കിണറ്റിൽ തട്ടിയിട്ടുള്ള വിവരമൊക്കെ പറഞ്ഞ് ദേവയാനി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സമയത്ത് ശുക്രാചാര്യർക്ക് വളരെയധികം ദേഷ്യം വന്നു. ഉടനെ തന്നെ അദ്ദേഹം വൃഷഭർവാവിന്റെ അടുത്ത് ചെന്നിട്ട്, രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്റെ മകളെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ട് അവള്, അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, മകളെയും കൂട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വൃഷഭർവാവ് ഈ ശുക്രാചാര്യർ പോയി കഴിഞ്ഞാൽ മൃതസഞ്ജീവിനി ഇതും എല്ലാം പോവും, അപ്പൊ അത് കാരണം കൊണ്ട് അത് അരുത്, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി അവളെ സന്തോഷിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവളെ സന്തോഷിപ്പിക്കണമെങ്കിൽ അപ്പൊ അവള് പറഞ്ഞു, ദേവയാനി പറഞ്ഞു, എനിക്ക് കാരണം ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെങ്കിൽ ഈ ശർമ്മിഷ്ഠ എൻ്റെ ദാസിയായിട്ട് 1000 കന്യകമാരോട് കൂടി എൻ്റെ ദാസിയായിട്ട് മാറണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ക്ഷമിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാനും അച്ഛനും കൂടിയിട്ട് ഈ കൊട്ടാരം വിട്ടു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിവൃത്തികേടുകൊണ്ട്, കാരണം ശുക്രാചാര്യരെ വിടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഈ ശർമ്മിഷ്ഠയും അപ്പളേക്കും ഒരു തിരിച്ചറിവ് ഉണ്ടായി. കാരണം താൻ കാരണം കൊണ്ട് തന്റെ വംശത്തിനും കുലത്തിനും അച്ഛനും മറ്റുള്ളവർക്കൊക്കെ വലിയൊരു ദോഷം ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ തന്നെ തന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു ദാസി ആയിക്കൊള്ളാം, അത് എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതായിരിക്കുന്ന ഒരു തെറ്റാണല്ലോ, എൻ്റെ ഒരു അവിവേകം കൊണ്ട് സംഭവിച്ചതാണല്ലോ, അപ്പൊ ഞാൻ അതിനുള്ള പശ്ചാത്താപം എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ശർമ്മിഷ്ഠ അംഗീകരിക്കുകയും അങ്ങനെ ദാസിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ ഉദ്യാനത്തിലേക്ക് ഇവർ പോവുകയും വീണ്ടും അവിടെ യയാതി പ്രത്യക്ഷപ്പെടുകയും, യയാതി നായാട്ടിന് വേണ്ടി വന്നിട്ടുള്ള അദ്ദേഹം വരികയും ഈ കന്യകയെ കണ്ടു കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇവളോട് വളരെയധികം അനുരാഗം തോന്നുകയും അത് ഉടനെ തന്നെ അത് ശുക്രമഹർഷിയുടെ, കാരണം ഞാൻ അപ്പൊ ഇദ്ദേഹം വിളക്കം മനസ്സിലായി തന്നെ പണ്ട് കിണറ്റിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ആളാണ്, മഹാനായിട്ടുള്ള ആളാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ആയാൽ കൊള്ളാമെന്ന് ഇവൾക്ക് മനസ്സിൽ മോഹമാണ് എന്ന് പറഞ്ഞപ്പോൾ യയാതി ശുക്രാചാര്യരോട് വന്ന് ചോദിച്ചു, മകളെ എനിക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മകളെ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ വിവാഹം കഴിച്ചു കൊടുത്തു. അതിന് വിവാഹം കഴിച്ചു കൊടുത്ത് സഖിയായിട്ടുള്ള അല്ലെങ്കിൽ ദാസിയായിരിക്കുന്ന ശർമ്മിഷ്ഠയെയും ഒപ്പം കൊടുത്തു. കാരണം അത് അതിന്റെ ഒരു നിയമത്തിന്റെ ഒരു ബാധ്യതയായിരുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും കൂടിയിട്ട്, പക്ഷെ രാജകുമാരി ആണെങ്കിലും ദാസിയാണല്ലോ, അങ്ങനെ രണ്ടു കൂട്ടരും കൂടിയിട്ട് യയാതിയുടെ കൊട്ടാരത്തില് പോയി താമസമായി. അവള് ദേവയാനി റാണിയായിട്ട് താമസിക്കുന്നു, ഇവള് സഖിയായിട്ട്. അപ്പൊ പകലൊക്കെ ഇവളെ വന്നിട്ട് വേണ്ടതായിരിക്കുന്ന ദാസി പ്രവൃത്തികളൊക്കെ ചെയ്യും, രാത്രി അവൾക്ക് വേണ്ടി വേറൊരു ചെറിയ കൊട്ടാരം ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഒരു രാജകുമാരിയായിട്ടുള്ള ദാസിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു പ്രത്യേക കൺസിഡറേഷൻ എന്നുള്ള നിലയ്ക്ക്, ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ കൊട്ടാരം അവൾക്ക് വേണ്ടി തയ്യാറാക്കി രാജാവ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഈ ഇവർക്ക് പിന്നീട് ഒരു പ്രത്യേക ദേവയാനിക്ക് യദു ദുർവസു തുടങ്ങിയുള്ള 2 കുട്ടികളുണ്ടായി. അതില് അതേമാതിരി തന്നെ അസുരപുത്രിയായിരിക്കുന്ന നമ്മുടെ ശർമ്മിഷ്ഠയ്ക്ക് ദ്രഹ്യു, അനു, പുരു തുടങ്ങിയ 3 മക്കളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ടുള്ള സമയത്ത് തന്നെ ഇവൾക്ക്, കാരണം ശർമ്മിഷ്ഠയ്ക്ക് കുട്ടി ഉണ്ടാവുന്നതിന് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യയാതിയോട് വളരെയധികം സ്നേഹം തോന്നി ഈ ശർമ്മിഷ്ഠയ്ക്ക്. കാരണം ഈ ബഹുപത്നിത്വമൊന്നും അന്ന് അത്ര വലിയൊരു ദോഷമൊന്നും അല്ലാത്തത് കൊണ്ട്, അവളാണെങ്കിൽ ക്ഷത്രിയ കന്യകയാണ്, അല്ലെങ്കിൽ അസുര രാജാവിന്റെ പുത്രിയുമാണ്. അവള് പറഞ്ഞു ഈ യയാതിയോട്, എന്നെ കൂടി, എന്റെ സഖി ഇവിടെ വന്ന് അങ്ങയുടെ പത്നിയായിട്ടുണ്ട്, എന്നെ കൂടി അങ്ങ് വിവാഹം കഴിക്കണം, അങ്ങനെ അത് എനിക്കും മക്കൾ ഉണ്ടാവണം, അപ്പൊ അതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ഇതായിട്ട് കളയാൻ പാടില്ല, അത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് വളരെ സുന്ദരിയാണ്, അതേമാതിരി തന്നെ അവള് വളരെ പക്വമതിയാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു അഭ്യർത്ഥന യയാതി സ്വീകരിക്കുകയും അത് രഹസ്യമായിട്ട് അവളുടെ അടുത്തേക്ക് സ്ഥിരമായിട്ട് പോകുന്നതിന് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ശർമ്മിഷ്ഠയിലുണ്ടായിട്ടുള്ള ആദ്യത്തെ മകനാണ് ശരിക്ക് ദ്രുഹ്യു എന്ന് പറയുന്നതായിരിക്കുന്ന പുത്രൻ. ആ ദ്രുഹ്യു ജനിച്ചു കഴിഞ്ഞിട്ടുള്ള സമയത്ത് കുട്ടികൾ ഇങ്ങനെ കൊട്ടാരത്തില് വളർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഇവിടെ ശർമ്മിഷ്ഠയുടെ കൊട്ടാരത്തിൽ ഒരു കുട്ടിയെ കണ്ടു, ദേവയാനി കണ്ടു. അപ്പൊ ഇതാരാണ്, ഇത് ഇങ്ങനെ ഒരു കുട്ടി ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ ശർമ്മിഷ്ഠയോട് ചോദിച്ചു, നീയ് അനാശാസ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടല്ലേ, ഇവിടെ വന്നിട്ട് ഇപ്പൊ നിനക്ക് കുട്ടിയൊക്കെ ആയില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ശർമ്മിഷ്ഠ പറഞ്ഞു, ഞാൻ അങ്ങനെ അനാശാസ്യം ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ സ്വാഭാവികമായിട്ട് ഇതൊരു ഋഷിയുടെ പുത്രനാണ്, ഒരു ഋഷിയെ
എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ച അദ്ദേഹത്തിനോട് പുത്രയാചന നടത്തിയപ്പോൾ അദ്ദേഹം തന്നിട്ടുള്ള മകനാണത് എന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. ആ ശരി, എന്നാ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ നടന്നുപോയി. ഈ പിന്നെ യയാതിയും ശർമ്മിഷ്ഠയും തമ്മിലുള്ള ബന്ധവും തുറന്നു. അതേമാതിരി തന്നെ യയാതിയും പിന്നെ ദേവയാനിയും തമ്മിലുള്ള ബന്ധവും തുടർന്നു കൊണ്ടിരുന്നു. വർഷങ്ങളോളം അങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെയാണ് ഇവർക്ക് ദേവയാനിയിൽ യദു, തുർവസു എന്ന് 2 മക്കളുണ്ടാവുകയും അസുരപുത്രിയായിരിക്കുന്ന ശർമ്മിഷ്ഠയിലെ ദ്രുഹ്യു, അനു, ഗുരു എന്ന് 3 മക്കൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള 3 മക്കളും ആയി കഴിഞ്ഞതിന് ശേഷം ഈ 3 കുട്ടികളും കൂടി ശർമ്മിഷ്ഠയുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നപ്പോ സന്ദർഭത്തില് ഒരു ദിവസം ദേവയാനി ആ വഴിക്ക് വന്ന് ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആരുടെ കുട്ടികളാണ്? അപ്പൊ ഞങ്ങൾ ശർമ്മിഷ്ഠയുടെയും യയാതിയുടെയും കുട്ടികളാണ്. അപ്പൊ ഇവള് അന്തം വിട്ടുപോയി. യയാതിയുടെ കുട്ടികളോ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങളുടെ അച്ഛൻ യയാതിയാണ്, ശർമ്മിഷ്ഠയാണ് ഞങ്ങളുടെ അമ്മ എന്ന് ഈ കുട്ടികൾ പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. തന്നെ ചതിക്കുകയായിരുന്നു പിന്നെ ശർമ്മിഷ്ഠയും യയാതിയും എന്ന് അവൾക്ക് വളരെ ദേഷ്യപൂർവ്വം, വളരെ ദേഷ്യം വന്നിട്ടുള്ള സമയത്ത് പിന്നെ അവള് ശർമ്മിഷ്ഠയോട് വളരെ കയർത്തു. അപ്പൊ ശർമ്മിഷ്ഠ പറഞ്ഞു, നിന്റെ സഖിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ആ നിന്റെ സഖിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപത്നിയാകുന്നതിലും അതിന് യാതൊരു വിരോധമില്ല. ഞാനും ക്ഷത്രിയ കന്യക തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പൊ നീ ഋഷിയുടെ മകനാണോ എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, ഇത് അദ്ദേഹം പിന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രാജർഷിയാണ്, രാജാവായിരിക്കുന്ന ഋഷിയാണ് എന്നുള്ളത് കൊണ്ടാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ ബ്രഹ്മർഷിയോ ദേവർഷിയോ അങ്ങനെയുള്ളതല്ല. ഇദ്ദേഹം രാജർഷിയാണ്, രാജർഷിയുടെ മകനാണെന്നുള്ള ഞാൻ എന്നോട് അസത്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, കാരണം അതിവിദഗ്ധയാണ്, പണ്ഡിതയായിട്ടുള്ളവളാണ് ശർമ്മിഷ്ഠ. ആ ശർമ്മിഷ്ഠ അതിസമർത്ഥമായിട്ടുള്ള സംസാരത്തിന്റെ മുമ്പിൽ ഈ ദേവയാനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല അവളുടെ കോപം ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. താനിങ്ങനെ തന്നെ ചതിച്ചുകൊണ്ട് തന്നെ ഭർത്താവും അതേമാതിരി തന്നെ തൻ്റെ സഖിയും കൂട്ടുകാരിയും വലിയൊരു വഞ്ചനയാണ് ഈ വർഷങ്ങളായിട്ട് നടത്തിയത് എന്നുള്ളത് കൊണ്ട് അവൾക്ക് അതികഠിനമായിട്ടുള്ള കോപം വരികയും ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പിന്നെ അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് ശുക്രാചാര്യരെ അടുത്തെത്തുകയും ചെയ്തു. ശുക്രാചാര്യരെ അടുത്തേക്ക് അവൾ പുറപ്പെട്ട് പോയി കഴിഞ്ഞിട്ട സമയത്ത് യയാദ്യം അവളുടെ പിന്നാലെ പോയി, നീ പോകരുത്, നീ കാര്യം പറയണതൊന്ന് മനസ്സിലാക്കുക, ഞാൻ പറയണതൊന്ന് മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമായാചനമൊക്കെ ആയിട്ട് ഈ യയാദിയും അദ്ദേഹത്തിന്റെ കൂടെ പോയി. കാരണം ശുക്രാചാര്യരെ ശത്രു ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശാപം കൂടി തട്ടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു വിധം അവിടെ പോയിട്ട്, കാരണം അപ്പൊ ഇവിടെ ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് പിന്നെ ദേവയാനി ശുക്രാചാര്യരുടെ അടുത്ത് ചെല്ലുന്നത്. അച്ഛാ, എന്നെ ചതിച്ചിരിക്കുന്നു, എന്റെ ഭർത്താവും എന്നെ ചതിച്ചിരിക്കുന്നു, എന്റെ സഖിയും എന്നെ ചതിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാനിനി അത് ഇങ്ങോട്ട് പോകുന്നില്ല, ഞാനിനി മരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. തന്റെ മകളെ ചതിച്ചിട്ടുള്ളതായിരിക്കുന്ന യയാതിയെ ഒരു പടുവൃദ്ധനായിട്ട് പോകട്ടെ, ജരാനരകൾ ബാധിച്ചുകൊണ്ട് അകാല വാർദ്ധക്യം അദ്ദേഹത്തിന് ഉണ്ടായി തീരട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. ശപിച്ചു കഴിഞ്ഞ വഴിക്ക് തന്നെ അദ്ദേഹത്തിനൊരു 10-85 വയസ്സായിട്ടുള്ള പടുവൃദ്ധനായി തീർന്നു യയാതി. അപ്പോ ഇത്രയും ചെറുപ്പത്തില് ആയി കഴിഞ്ഞപ്പോൾ ദേവയാനിക്കും സങ്കടമായി. എന്താ കാരണം, തന്റെ കാര്യം ഇതാണെങ്കിൽ തന്റെ ഭർത്താവാണ്, ആ തന്റെ ഭർത്താവ് ഇപ്പോൾ എന്താണ് കൈ പിടിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇത്രയും പടുവൃദ്ധനായിരിക്കുന്ന ഒരു ഭർത്താവ് ആയി കഴിഞ്ഞിട്ടുള്ള ഇത് കൊണ്ട് ഈ യയാദിയും പറഞ്ഞു, ഞാനിങ്ങനെ ഇതായിട്ട് ചെയ്തതല്ല, ഇങ്ങനൊരു ഇതിൽ ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയതാണ്, അവളുടെ പിന്നെ അഭീഷ്ടം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ വസ്തുത മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യർ ഒരു ശാപമോക്ഷം കൊടുത്തു. നിനക്ക് ഇത് ആർക്കെങ്കിലും കൈമാറാം, ഞാൻ ശപിച്ചത് കൊണ്ട് ഇത് ഭരിക്കുക തന്നെ ചെയ്യും. ഈ വാർദ്ധക്യം നിനക്ക് താൽക്കാലികമായിട്ട് വേറൊരാൾക്ക് കൈമാറുകയും നിനക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യാം എന്നുള്ള അതിൻ്റെ ഒരു പാപമോചനമായിട്ട്, ഒരു വരുന്ന ഒരു ശാപമോചനമായിട്ടുള്ള ഒരു മോക്ഷവും ശാപമോക്ഷവും കൊടുത്തു. അങ്ങനെ ഇദ്ദേഹത്തിനെയും കൂട്ടി തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് ഈ തൻ്റെ ചെറുപ്പക്കാരായിരിക്കുന്ന മക്കളോട്, കാരണം തനിക്ക് 10, 35, 38, 40 വയസ്സായിട്ടുള്ളൂ, മക്കൾക്കൊക്കെ 10, 12, 14 വയസ്സായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ആ കുട്ടികളെയും ഇവരെയൊക്കെ വിളിച്ചു, ഓരോരുത്തരെയും വിളിച്ചു. ആ വിളിച്ചുകൊണ്ട് പിന്നെ ചോദിച്ചു, നിങ്ങൾ എൻ്റെ, കാരണം എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല, ഞാൻ എൻ്റെ യൗവനത്തിൽ തന്നെ നിൽക്കുന്നതാണ്, അപ്പൊ എൻ്റെ യൗവനം ഒന്ന് ഏറ്റെടുത്തുകൊണ്ട്, താൽക്കാലികമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ രാജപദവി ഇതൊക്കെ തരണ്ട്, നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവയാനിയുടെ 2 മക്കളും സമ്മതിച്ചില്ല, അതേപോലെ തന്നെ മറ്റുള്ള ഇതിലെ കുട്ടികൾ സമ്മതിച്ചില്ല. ഏറ്റവും ഇളയവനായിരിക്കുന്ന കുരു മാത്രം അത് ഏറ്റെടുക്കുകയും അച്ഛന് വേണ്ടിയിട്ട് താൻ ആ വാർദ്ധക്യം ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറയുകയും അച്ഛന്റെ കയ്യിൽ നിന്ന് വാർദ്ധക്യം അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം, പിന്നീട് ഒരുപാട് കാലങ്ങളോളം അങ്ങനെ ജീവിക്കുകയും
യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ അനുഭവങ്ങൾ മുഴുവൻ അവസാനിച്ച് കഴിഞ്ഞ സമയത്ത് ഈ ഈ പിന്നെ യയാതി പിന്നെ തൻ്റെ മറ്റു മക്കൾക്കൊന്നും തൻ്റെ സ്ഥാനങ്ങൾ കൊടുക്കാതെ, കാരണം അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് മക്കള്, അവർക്ക് ഉപകരിക്കാത്തതായിരിക്കുന്ന മക്കളോട് യാതൊരു പ്രതിബദ്ധതയും അച്ഛനും അമ്മയ്ക്കും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തൻ്റെ രാജ്യത്തിന്റെ അംശം ഒന്നും കൊടുക്കാതെ, യാതൊരു ഭാഗവും കൊടുക്കാതെ ഗുരുവിന് പൂർണ്ണമായിട്ട് പിന്നെ അടുത്ത രാജാവായിട്ട് പിന്നെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ രാജാവാക്കി വാഴിച്ചുകൊണ്ട്, കാരണം ഏറ്റവും ഇളവനാണ്. അപ്പൊ അത് മന്ത്രിമാരോടും മറ്റുള്ളവരോട് ചോദിച്ച് അതിനുള്ള സമ്മതം വാങ്ങിച്ച്, കാരണം പിതാവിന്റെ ആജ്ഞ അനുസരിക്കാത്തതായിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ അധികാരങ്ങളും സ്വത്തും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ കാഴ്ചപ്പാട് പണ്ഡിതന്മാരെ കൊണ്ടൊക്കെ സമ്മതിപ്പിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ ഗുരുവിന് ഈ രാജ്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് അതിലെ പിന്നെ വാനപ്രസ്ഥത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. അതിലെ യദുവിന്റെ പുത്രന്മാരാണ് പിന്നീട് പിന്നെ യാദവന്മാരായി തീർന്നത് എന്നർത്ഥം. തുർവസുവിന്റെ പുത്രന്മാരാണ് യവനന്മാരായി തീർന്നത്. ഗ്രീക്കുകാർ എന്ന് പറയുന്ന വിഭാഗക്കാരായി മാറിയത് തുർവസു എന്ന് പറയുന്നതായിരിക്കുന്ന ദേവയാനി എന്ന ബ്രാഹ്മണ പുത്രന്മാരായിരിക്കുന്ന ആളുകളാണ് എന്നർത്ഥം. ദ്രുഹ്യുവിന്റെ പുത്രന്മാരാണ് ദോജന്മാരെ എന്ന് പറയുന്ന വിഭാഗം. ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന വിദേശികളായിരിക്കുന്ന ആളുകളാണ് ഇന്നത്തെ. അതേപോലെ അനുവിന്റെ മക്കള് അവരും മ്ലേച്ഛന്മാരായിരിക്കുന്ന ആളുകളായിട്ട് മാറുകയൊക്കെയാണ് ചെയ്തത്. ആ പുരുവിന്റെ വംശത്തിൽ പെട്ടിട്ടുള്ള പൗരവന്മാരാണ് പിന്നീട് നമ്മുടെ വംശതലമുറ ആയിട്ട് മാറിയത് എന്നൊക്കെയാണ് ആ യയാതിയുടെ കഥ ഇതിൽ പറയുന്നത്. ഈ യയാതിയുടെ കഥ VS ഖണ്ഡേക്കർ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അതിന് ജ്ഞാനപീഠമൊക്കെ അതിന് ലഭിക്കേണ്ടായി. അദ്ദേഹത്തിന്റെ കൃതിക്ക് ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കേണ്ടായി. അപ്പൊ മനുഷ്യ മനസ്സിന്റെ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ് ഇതിലൂടെ പറയുന്നത്. ഈ പിന്നെ ദേവയാനിയുടെ മാനസികാവസ്ഥയും അതിൻ്റെ അവതരണങ്ങളും, യയാതിയുടെ മാനസികാവസ്ഥയും, ശർമ്മിഷ്ഠയും, അതിലെ ഒരു കഥാപാത്രം അദ്ദേഹം കൂടുതലായിട്ട് ഒരു സന്യാസിയായിട്ട് ഈ കജനെ വീണ്ടും ശർമ്മിഷ്ഠയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു പുതുമ, കാരണം കാളിദാസനൊക്കെ കാണിക്കുന്നത് പോലെ മഹാഭാരതത്തിൽ ഇല്ലാത്തതായിരിക്കുന്ന ഒരു ഭാഗത്തിൽ എന്നുള്ള രീതിയിൽ ഈ കജൻ തപസ്സിന് ശേഷം പിന്നീട് ഒരിക്കൽ പിന്നെ ശർമ്മിഷ്ഠയെ കാണുന്നതിന് വേണ്ടി വരികയും അവൾക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തതായിട്ടുള്ള രീതിയിലും അതിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ആ കഥ വായിക്കുന്നതിനുള്ള ഒരു പ്രേരണ എന്നുള്ള നിലയ്ക്ക് ഇത്രയും വളരെ രസകരമായിരിക്കുന്ന ഈ കഥ ശർമ്മിഷ്ഠയുടെയും യയാതിയുടെയും, അതായത് ജനമേജയന്റെ പൂർവികന്മാരായിരിക്കുന്ന ഈ കഥ വൈശമ്പായനൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ന് നല്ലായിരുന്നു അവതാരണം, നല്ലായിരുന്നു പക്ഷെ ഇനി അടുത്തത് പിന്നെ ഗംഗ എങ്ങനെ ശന്തനുവിന്റെ പത്നിയായി, അല്ലെങ്കിൽ ഭീഷ്മരുടെ ജനനം എന്നുള്ള കഥയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അതിന് ഇന്ന് വേണ്ടെങ്കിൽ നാളെ അടുത്ത ദിവസമാവാം. ഓവറായി മറ്റേ യാദവന്മാരെ പോലെ ബാക്കി എല്ലാരും അറിയോ? എല്ലാ യവനന്മാരും അങ്ങനെയാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം ദേവന്മാരും അസുരന്മാരും എന്ന് പറയുന്നത് സഹോദരന്മാരാണ്. സഹോദരന്മാരുടെ വഴക്ക് അവിടുന്ന് തൊട്ടിട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. ആ സഹോദരന്മാരുടെ വഴക്കുകൾ അവസാനിപ്പിക്കുന്നതിനൊരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് മഹാഭാരതത്തിൽ ഇത്രയും വലിയ സഹോദര യുദ്ധം പിന്നെ വളരെ വിശദീകരിക്കാൻ അദ്ദേഹം കാരണം. അതിന്റെ വ്യാസൻ അങ്ങനെ പറയാനുള്ളതായിരിക്കുന്ന ഒരു കാരണം അതായിരിക്കാം. കാരണം പിന്നെ ഒരേ വിഭാഗം, ഇപ്പോ ഇതില് പിന്നെ ദേവയാനിയുടെ പുത്രന്മാരാണ്, ബ്രാഹ്മണരായിട്ടുള്ള കുമാരിയായിരിക്കുന്ന ദേവയാനിയുടെ പുത്രന്മാരാണ് ഗ്രീക്കുകാരും എന്നൊക്കെ വിശദമായിട്ട് പിന്നെ യാദവന്മാരും എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളുടെ ഇന്നത്തെ കാലത്തുള്ളതായിരിക്കുന്ന ജാതീയതയ്ക്കോ ഈ ദേശത്തിന്റെ അതിർത്തികൾക്ക് പോലുമോ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ള ആ രീതിയിൽ നമുക്ക് ഇതിനെ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതില് പറയുന്നത് അതേമാതിരി തന്നെ ശർമ്മിഷ്ഠയുടെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഭാരതത്തിലുള്ളതായിരിക്കുന്ന പൗരവന്മാരായിരിക്കുന്ന എല്ലാവരും അസുരന്മാരുടെ മക്കളാണ്, ശർമ്മിഷ്ഠയുടെ മക്കളാണ്. ശർമ്മിഷ്ഠയുടെ മകനായിരിക്കുന്ന പുരുവിന്റെ അടുത്ത തലമുറയായിട്ടുള്ള പൗരവന്മാരായിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പിന്നീട് ചന്ദ്രവംശത്തിലും സൂര്യവംശത്തിലൊക്കെ രാജാക്കന്മാരും ഒക്കെ ആയിട്ട് പ്രജകളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുരന്മാരായിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അസുരത്വം എന്ന് പറയുന്നത്
സ്വഭാവത്തിൽ അതാത് സമയത്തുള്ളതായിരിക്കുന്നത്. കാരണം മനുഷ്യന് എപ്പോഴും രണ്ടെണ്ണമാണ് പിന്നെ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ. കാരണം ആ ദ്വിത്വങ്ങൾ, ഇപ്പൊ സുഖം ദുഃഖം, കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയുന്ന പോലെ, ഉച്ചം നീചം എന്നൊക്കെ പറയുന്നത് പോലെ, പിന്നെ പുണ്യം പാപം എന്ന് പറയുന്ന എല്ലാം ദ്വന്ദ്ങ്ങളാണ് ജീവിതത്തിൽ. ആ ദ്വന്ദ്ങ്ങളിലെ മനുഷ്യന്റെ സ്വഭാവവും രണ്ടെണ്ണം തന്നെയാണ്. ആ രണ്ടെണ്ണത്തില് സമൂഹത്തിന് നന്മ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ആളുകളൊക്കെ ദേവന്മാരും, മറ്റുള്ളവരുടെ നന്മ ചെയ്യാതെ, എന്നാലും അവർ മഹാദുഷ്ടന്മാരൊന്നും ആവണമെന്നില്ല, സ്വാർത്ഥതയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നവർ അസുരന്മാരുമാണ് എന്ന സങ്കല്പത്തിലാണ് രണ്ടു തരം സ്വഭാവങ്ങളെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. പിന്നെ ദേവന്മാരായിട്ടും അസുരന്മാരായിരിക്കും ആയിട്ടും പറയുന്നത്. പിന്നെ ദേവന്മാരും യുദ്ധം ചെയ്യുകയും മരിക്കുകയും ചെയ്യിക്കുമ്പോൾ ദേവന്മാരും അമരന്മാരാണ് എന്നുള്ളതൊന്നും ആ കഥയുടെ ആദ്യത്തിലൊന്നും അങ്ങനെയുള്ളതിലൊന്നും പറയുന്നില്ല. അവരും അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മൃതസഞ്ജീവിനി നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ ഈ കഥകളെ നമുക്ക്, കാരണം മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന സങ്കല്പത്തിലേക്ക് ഊന്നിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ കഥകളെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഭാരതത്തിലെ കഥകള് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. വെറും ഐതിഹ്യങ്ങൾ പറഞ്ഞു പോകുന്നത് പോലെ പറഞ്ഞു പോകലല്ല, ഇത് യുക്തിക്ക് പറ്റുന്ന രീതിയിൽ. നമ്മൾ പന്തിരുകുലത്തിന്റെ കഥ ഉണ്ടായത് ഇതിന്റെ ഒരു അംശമാണ്. പറയിപെറ്റ പന്തിരുകുലം എന്ന് പറയുന്ന, കാരണം വളർത്തിയത് വ്യത്യസ്ത ആളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് വ്യത്യസ്ത ജാതികളിൽ പെട്ടു എന്നുള്ളതായിരിക്കുന്ന ഒരു വിത്ത് നമ്മുടെ ഇവിടെ തൃത്താല മേഖലയിൽ സാധാരണ ഉണ്ട്. കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ് പറയിപെറ്റ പന്തിരുകുലം എന്നുള്ളത്. അതിന്റെ ആദി ഭാഗമാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ശർമ്മിഷ്ഠയുടെയും ദേവയാനിയുടെയും മക്കളാണ് വ്യത്യസ്തമായിരിക്കുന്ന വംശങ്ങളായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ള ആ കഥയുടെ അംശം. അങ്ങനെയും കൂടിയൊക്കെ നമുക്ക് ഇതിനെ നോക്കി കാണാം. ഓക്കെ മാഷെ, ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമായിട്ടൊന്നുമില്ല. ശാന്തി, പക്ഷേ വളരെ നല്ല അവതരണം. മാഷ് നന്നായിട്ട് വളരെ ബ്രീഫായിട്ട് കുറച്ച് സമയം, കാരണം 8:10 ഇന്ന് തുടങ്ങുമ്പോൾ, പക്ഷെ 8:09 മണിയായതൊന്നും അറിഞ്ഞേയില്ല. അത്രയ്ക്ക് ലേറ്റ് ആണ് മാഷ് പറയുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെ ആസ്വദിച്ചു. ക്ഷീണമൊന്നുമില്ലല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ സംസാരിക്കാൻ? പക്ഷേ വളരെ എനർജറ്റിക്, കാരണം എനർജി കൂടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. തുടക്കം സ്പീഡ് കുറഞ്ഞോ? മോൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ ഒരു ഞാൻ സ്വീകരിക്കാൻ പിന്നെ അതിന്റെ ഇടയിലൊക്കെ മറന്നു പോയായിരുന്നു. അല്ല, പക്ഷെ എങ്കിലും മാഷും അത് ലയിച്ച് തന്നെ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമായി. ഗോപകുമാറേ, നമസ്കാരം. പറഞ്ഞോളൂ, ഉണ്ണികൃഷ്ണൻ മാഷുണ്ട്, പറഞ്ഞോളൂ. ഞാൻ മാഷിന്റെ ഇപ്പൊ രണ്ടാമത്തെ ഒരു പ്രഭാഷണമാണ് കേൾക്കുന്നത്. ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാഷത കഥ അവസാനിച്ചു എന്ന് പറയുന്നു. വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ കഥകളിലും ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന കഥകളിലൊക്കെ പുതിയ വിഷൻ എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട് തോന്നും അതില്. അപ്പൊ ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കാം. കൂട്ടായിട്ട് നിങ്ങൾക്കും അതേമാതിരി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം ഭീഷ്മരുടെ ജനനവുമായിട്ട് അതിന്റെ പൂർവ്വകഥകളുമായിട്ട് ഇനി നമുക്കൊരു ഓർഡറിൽ ഇങ്ങനെ കൃത്യമായിട്ട് പോവാം. പറ്റുന്നിടത്തോളം അങ്ങനെ അതിനനുസരിച്ച് ഇത് ചെയ്തിട്ട് പോവാം, ഒഴിവും സമയമൊക്കെ അനുസരിച്ച്. ഓക്കെ, പറയാമോ സാറേ? എൻ്റെ പേര് രാജീവൻ. ഞാൻ ഈ ബുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ വായിക്കുകയും പിന്നീട് ബുക്ക് സ്വന്തം വാങ്ങിച്ച് വായിക്കുകയും നല്ല പടങ്ങളൊക്കെ ആയിട്ട് ഞാൻ അന്ന് വായിച്ച ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഈ ഇതില് യയാതി ഈ യൗവനം സ്വീകരിച്ചതിന് ശേഷം ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനായിട്ട് ഉള്ള രീതിയിലേക്കാണ് പുള്ളി, അതായത് മദ്യം മധുര, അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെ ഈ സുഖദുഃഖങ്ങളെ പറ്റി ഈ ഖണ്ഡേ ഒരു വളരെ വിശദമായി ഒരു അധ്യായങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് ശരിക്കും അപ്പൊ അവസാനം നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ സുഖമെന്ന് പറഞ്ഞ് ആളുകൾ ഈ ഓടി നടക്കുന്നതിൽ ഒരു കാര്യമില്ലാന്ന് യയാതിക്ക് സ്വയം തോന്നുന്ന രീതിയിലേക്ക് ഈ കഥ പോവുകയും അവസാനം അത് ആ നമ്മൾ വായിക്കുന്ന നമ്മളും അതിനോടുകൂടെ തന്നെ ചേർന്ന് പോകും. തിരിച്ച് എന്താണ് യയാതി ഇനി എനിക്ക് മതിയായി, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊരു വന്നിട്ടാണ് പുള്ളി തിരിച്ച് യൗവനം തിരിച്ചു കൊടുത്ത്
പോകുന്നത്. അങ്ങനെ ഒരു ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാന മെസ്സേജ് വെച്ചാൽ സുഖദുഃഖങ്ങളെ പറ്റി ഇത്രയും ഗംഭീരമായിട്ട് ഈ കഥയെ കൂടെ അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ വായിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അങ്ങനെ ഒരു 100% ശരിയാ. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ വഴിതെറ്റുന്ന യുവതലമുറയെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ബോധപൂർവം തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു കഥയാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമുക്കത് വായിച്ചു നോക്കുമ്പോൾ പിന്നെ ഖണ്ഡേക്കറുടെ യയാതി വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതില്, കാരണം ഇതൊരു എന്താ പറയാ, ഒരു മഹാഭാരതത്തിലെ ആ കഥ മാത്രം ആ രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ യുവജനങ്ങൾക്കുള്ള ഉപദേശങ്ങൾ ഒരുപാട് അതില് നമ്മൾ അറിയാതെ, അതായത് ഉപദേശങ്ങൾ കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, അപ്പൊ ഉപദേശമാണെന്നറിയാതെ ചിന്തകളായിട്ട്, കാരണം അതിലൊരു മോഡലാക്കി വെച്ചിട്ടുള്ളത് ഖജനയാണ്. അതുകൊണ്ടാണ് അതിൽ ഖജൻ രണ്ടാമതും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാരണം ഈ ദേവയാനിയുടെ ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞതിന് ശേഷവും ഈ ശർമ്മിഷ്ഠയ്ക്ക് മുമ്പില് ഒരു അവതാരം പോലെ ഈ പിന്നെ ഒരു ബ്രഹ്മർഷിയായിട്ട് അദ്ദേഹം പിന്നീടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങള്, അതേപോലെ തന്നെ യയാതിയുടെ തിരിച്ചറിവുകള്, ഇതൊക്കെ ആണ് യഥാർത്ഥത്തില് ഖണ്ഡേക്കറുടെ യയാതിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ നല്ല വ്യക്തിയായിട്ട് മാറണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന, ഇപ്പൊ നമ്മളൊരു 50 വയസ്സ് 60 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന ആളുകൾ ഈ ഭൗതിക ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു വെച്ചതിലെ പൊള്ളത്തരങ്ങൾ എന്താണെന്ന് തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് ഈ ഖണ്ഡേക്കറുടെ യയാതി ഒരുപാട് സഹായിക്കും. ഉറപ്പ് സാർ ആ പറഞ്ഞത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഇത് ശരിക്കും അത് ആ ബുക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ അല്ലേ സാറേ? തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കേണ്ട ഒരു ബുക്കാണ്. കാരണം അത് എല്ലാവരും അത് വായിക്കാൻ പ്രേരണ ഉണ്ടാക്കലും കൂടി തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. സാറിന്റെ അവതരണം ഗംഭീരമായിരുന്നു. ഞാൻ ഇത് യാദൃശ്യമായിട്ട് ഇത് കേട്ടതാണ്, പക്ഷെ കേട്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. സാറിന്റെ അവതരണം അത്ര ഗംഭീരമായിരുന്നു, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു. അപ്പൊ സ്വാഭാവികമായ ഒരു സംശയം വന്നത് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, എന്നാൽ തൽക്കാലം ഇന്ന് നിർത്താം. ഓക്കെ, എല്ലാവർക്കും അടുത്ത ആഴ്ച കാണാം. ഓക്കെ ഓക്കെ, ശരി മാഷ്. ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.